നമ്മുടെ രാജ്യം ഒരു പൊതു തിരഞ്ഞെടുപ്പിന് ശേഷം അതിൻ്റെ ഒരു ആഹ്ലാദത്തിൽ കഴിയുന്ന ഈ ഒരു കാലം പുതിയ സർക്കാർ ഉണ്ടാക്കുന്നതിന് ശ്രമങ്ങൾ തുടരുന്ന ഒരു സമയം കൂടിയാണ്. ഈ പൊതു തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ച ഒരു പ്രത്യേക സന്ദേശം നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണം എന്നുള്ളതാണ്. അതിൽ POCയിൽ ചേർന്ന KCBC കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം സന്തോഷം രേഖപ്പെടുത്തുന്നു. രാജ്യത്തെ ഒന്നായി കണ്ടുകൊണ്ട് രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും ഈ രാജ്യത്തിൻ്റെ സ്വന്തം എന്ന് കരുതിക്കൊണ്ട് പ്രവർത്തിക്കാനുള്ള നിയോഗമാണ് പുതിയ ഭരണകർത്താക്കൾക്ക് രാജ്യത്തെ ജനങ്ങൾ നൽകിയിരിക്കുന്നത്. അതിനോട് പൂർണ്ണമായി KCBC ചേർന്ന് നിന്ന് എല്ലാ ജനപ്രതിനിധികളെയും അഭിനന്ദിക്കുന്നു. രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഭരണഘടന മുൻനിർത്തി, രാജ്യത്തെ ജനവിഭാഗങ്ങളുടെ ക്ഷേമം മുൻനിർത്തി, ഇപ്പോഴും അതിർത്തിയിൽ കഴിയുന്ന, അതായത് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാധ്യതകൾ സമയബന്ധിതമായി ചൂണ്ടിക്കാട്ടുന്ന, അല്ലെങ്കിൽ മതസംബന്ധമായ വിഷയങ്ങളെ അധികരിച്ച് ഒറ്റപ്പെട്ട് കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരു സ്വാതന്ത്ര്യ ബോധം കൊടുക്കുന്നതിന് പുതിയ സർക്കാരിന് കഴിയട്ടെ. ദളിത് വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാ ദളിത് വിഭാഗങ്ങൾക്കും ലഭിക്കുന്നതിന് ഇടയാകുവാൻ സർക്കാർ ശ്രദ്ധിക്കും എന്ന് കരുതുന്നു. രാജ്യത്തെ ഭൂരിപക്ഷ ജനവിഭാഗങ്ങളുണ്ട്, അവർ നേരിടുന്ന വിഷയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വസ്ഥതയുണ്ട്, ആശങ്കകളുണ്ട്. ഇതിനെയെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിക്കാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും പുതിയ സർക്കാരിന് കഴിയണം. ജനങ്ങളുടെ ക്ഷേമമാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കാണിക്കുക. അതിന് പുതിയ സർക്കാരിന് എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ലോക്സഭാ ജനപ്രതിനിധികൾക്കും എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും സന്തോഷപൂർവ്വം KCBCയുടെ നാമത്തിൽ ഞാൻ നേരുകയും ചെയ്യും.